തിരുവനന്തപുരം വെള്ളറട പഞ്ചാക്കുഴിയിൽ യുവതിയെ കൊന്നു കുഴിച്ചിട്ടെന്ന് സംശയം. 48 വയസ്സുള്ള പ്രിയംവദയെയാണ് കൊന്നു കുഴിച്ചിട്ടതെന്ന് സംശയം. കഴിഞ്ഞ 12 മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. മക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. രക്തക്കറ കണ്ടെന്ന് സമീപവാസി പള്ളി വികാരിയോട് പറഞ്ഞതാണ് സംഭവത്തിൽ നിർണായകമായത്. ഈ പനച്ചമൂട് അവിടെ മാവോള് താമസിക്കുന്ന പ്രിയംവദയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ വീട്ടുകാരെന്ന് അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി മോള് കൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുക്കുകയും ഇപ്പോഴേ തുടരന്വേഷണം പോലീസ് അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ തൊട്ടടുത്ത് താമസിക്കുന്ന സരസ്വതി എന്ന് പറഞ്ഞ അമ്മമ്മ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സംശയാത്മകമായി ഇവിടെ ഒരു സംഭവം നടന്നതായിട്ട് അവിടെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി പോലീസിനടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോഡി ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചത്. ബാക്കി പോലീസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അറിയാൻ പറ്റൂ. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, അതിദുരൂഹമായ കാര്യങ്ങളാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാഴ്ച ഇവരെ കാണാനില്ലായിരുന്നു. ഭർത്താവുമായി ഏറെ വർഷമായി അകന്ന് താമസിക്കുകയായിരുന്നു പ്രിയംവദ. 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് വെള്ളറട പോലീസിൽ ഇവ മക്കൾ തന്നെയാണ് പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടയിലാണ് സമീപവാസി കൂടിയായ സരസ്വതി അവരുടെ ഇടവകയിലെ വൈദികനെ ഈ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ട് എന്ന് വിവരം അറിയിച്ചത്. അതേ തുടർന്ന് അദ്ദേഹം പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഇവരെ മർദ്ദിച്ച് അവശയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു വിവരമാണ് സരസ്വതി പോലീസിനെ കൈമാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പണം തിരികെ തരാൻ പ്രിയംവദ തയ്യാറാകാഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നാണ് കസ്റ്റഡിയിലുള്ള ഒരാൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായി മുഖവിലക്കെടുക്കാതെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെയും 3 CIമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അത് കുഴിച്ച് അവിടെ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതോടെ ഈ സംഭവത്തിലെ ദുരൂഹത നീങ്ങും എന്ന ഒരു വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നത് ശരിവെക്കുന്ന ചില തെളിവുകൾ, രക്തക്കറകളടക്കം പരിസരത്ത് നിന്ന് പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ശരി ഡാൻ.